അതായത് ഒരു പാപം തീർക്കാൻ ഒരു പ്രായശ്ചിത്തം ചെയ്താൽ വീണ്ടും നമ്മൾ വീണ്ടും പാപങ്ങൾ ചെയ്തു. അത് നമ്മളെപ്പോലെ ഇത്ര പ്രായശ്ചിത്തം ചെയ്യുന്നവരാരുമില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇനി മേലാൽ ഞാൻ പറയില്ല അതെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞാൽ അതെന്നെ പറയും. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ കാണിക്കും. ചിലരോട് ഈ ഭാഷ മാറ്റാൻ പറയുന്നത് പോലെയാണ്. ഇത് ഇനി ഇങ്ങനെ പറയരുതെന്ന് അത് തന്നെ വീണ്ടും പറയും. ഭാഷ മാറ്റാൻ എളുപ്പമാണോ? ആണോ? എളുപ്പമല്ല. അതുപോലെ തന്നെയാണ് ചിലരുടെയൊക്കെ സ്വഭാവത്തെയും പെട്ടെന്ന് മാറ്റാൻ സാധ്യമല്ല. അത് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു അമ്മയുടെ ഭർത്താവ്, അയാൾക്കുള്ള സ്വഭാവം എന്താ വെച്ചാൽ വർത്തമാനം പറയുമ്പം ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിലേ പറയുള്ളൂ. എന്ത് പറയുമ്പോഴും ആർക്കെങ്കിലും ഒരു വേദന കൊടുക്കാതെ അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. എങ്ങനെയോ അയാളെ ശീലിച്ചെടുത്തത്. പറയുമ്പോഴൊരു ഉദ്യോഗസ്ഥനൊക്കെയാണ്. അങ്ങനെ വീട്ടിലോരോ അനർത്ഥങ്ങൾ വന്നു. കുട്ടികൾ നേരെയാവണില്ല, നേരെ കുട്ടികൾക്ക് വേണ്ടത്ര ശമ്പളമില്ല, ശമ്പളമുള്ളവൻ കല്യാണം കഴിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു. ഇതെല്ലാം കൂടി ഇപ്പം ഭാര്യ വേഗം കൊണ്ടുവച്ചു ഇയാളെ. അപ്പം പ്രധാന കാരണം ഭർത്താവിൻ്റെ സ്വഭാവം. ഭാര്യയ്ക്ക് സമാധാനമായി, എൻ്റെ സ്വഭാവം കൊണ്ടല്ലല്ലോ, വളരെ സമാധാനമായി. അപ്പം ഇനിയിപ്പോൾ മാറ്റാൻ എന്താ വേണ്ടത്? ജ്യോത്സ്യരൊരു വഴി പറഞ്ഞു കൊടുത്തു. എന്താ വഴി എന്നറിയോ? ഇയാളുടെ സമസ്ത പാപങ്ങളും തീർക്കാൻ വീട്ടിലൊരു 5 സന്യാസിമാരെ കൊണ്ടുവരണം. എന്നിട്ട് അവരുടെ കാല് കഴുകിച്ച് അവർക്ക് ഇയാൾ തന്നെ ഭക്ഷണം വിളമ്പി കൊടുത്ത് എന്നിട്ട് അവരെ സന്തോഷിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ എഴുതി തീർത്തു. നാളെ നമ്മളെ ആരും വിളിക്കരുതേ. ഇനി ചിലർ വിചാരിക്കുന്ന എൻ്റെ വീട്ടിലും ആവട്ടെ സ്വാമി എങ്ങനെയെന്ന്. പാപങ്ങൾ തീർക്കാൻ അങ്ങനെയും ചിന്തകൾ വരാലോ മനുഷ്യന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സമാധാനമായി. ഒക്കെ എല്ലാം ഇതുവരെയുള്ള കട ഒറ്റയടിക്ക് എഴുതി തീർക്കാൻ പോവുകയാണ്. ഒരാശ്രമത്തിലേക്ക് കയറി ചെന്നു. അവിടുത്തെ മേധാവിയെ കണ്ടു, പ്രധാന സ്വാമികളെ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ? ചോദിക്കുന്ന ചോദ്യം അപകട. പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു 5 എണ്ണത്തിനെ കിട്ടാൻ വഴിയുണ്ടോ എന്ന്. എന്താ കടയിൽ പോയി സാധനം മേടിക്കുന്ന പോലെ ചോദിക്കുന്നത്. ആരെ വേണം, എന്ത് വേണം പറയുന്നു. ഒരു 5 സന്യാസിമാരെ കിട്ടിയ തരക്കടിയിലായിരുന്നു. എന്തിനാവോ? അല്ല, എൻ്റെ വീട്ടിലൊരു ഭിക്ഷ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം എന്ന് ജ്യോത്സ്യർ പറഞ്ഞു, അതുകൊണ്ട് കൊടുക്കാൻ വെച്ചു എന്ന്. ഇപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞ പ്രകാരമാണ് കൊടുക്കണം, അല്ല എൻ്റെ ഭാര്യയും പറയേണ്ട 5 പേരെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അപ്പോൾ സത്യത്തിൽ ഇപ്പം എന്താ വേണ്ടത്? അല്ല, ഒരു മോഹമാണ്. അപ്പോൾ 5 പേര് വന്നാൽ ഭക്ഷണം തരായിരുന്നു. ഓ ശരി, പക്ഷേ ഞാനുണ്ടാവില്ല കേട്ടോ, എനിക്ക് ചില തിരക്കുകളുണ്ട്, ഞാൻ വരുന്നില്ല എന്ന്. അപ്പം അങ്ങ് വരില്ലല്ലേ? എന്നാലും കുഴപ്പമില്ല, ഭാര്യ 5 പേരെ കൊണ്ടുവരാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരോടൊന്ന് എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ വാഹനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ 5 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു മോഹല്ലേ, ഭാര്യയുടെ ഒരു മോഹല്ലേ, പൊയ്ക്കോളൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരുമോ. അപ്പം 5 പേര് ഇതിലേക്ക് കാറിലേക്ക് കയറാൻ നേരത്ത് ഇപ്പോൾ ഇയാൾ പറയണം, 4 വരണ്ടവൻ വന്നില്ലല്ലോ എന്ന്. സാരില്ലേ, നിങ്ങളെങ്കിലും കയറുമെന്ന്. കിട്ടിയവരെയും കൊണ്ട് പോകാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. കയറും, നിങ്ങൾക്കും തരാൻ ചോറ്. അപ്പോൾ അതിൽ 2 പേർക്ക് തോന്നി ഇയാളുടെ എച്ചിൽ കഴിക്കാൻ പോണ പോലുണ്ട്. അപ്പം നമ്മുടെ പോക്ക് 2 പേര് പറഞ്ഞു ഞങ്ങളില്ല. അവരപ്പം തന്നെ ക്യാൻസൽ ചെയ്തു ട്രിപ്പ്. ഈ 3 പേരെയും കൊണ്ട് പോയി ഇയാൾ. അവിടെ ചെന്നു. ഭാര്യ നോക്കുമ്പോൾ 5 എണ്ണം ഇല്ലേ, 3 എണ്ണേ ഉള്ളൂ. ഭാര്യയ്ക്ക് വലിയ സങ്കടമായി. കാരണം ഇയാളുടെ കണക്ക് മുഴുവൻ തീരണമെങ്കിൽ 5 എണ്ണം വേണേ. ഭാര്യ മുഖത്തേക്ക് നോക്കിയപ്പം ഭാര്യയോട് പറയാണ്, എന്തിനു പറയാനാണ്, വരണ്ടവൻ വന്നതുമില്ല, ഇവർ 2 എണ്ണം പോവുകയും ചെയ്തു. 2 എണ്ണം ഇറങ്ങി പോവുകയും ചെയ്തു. കുഴപ്പമില്ല എന്ന്, ഉള്ളവർക്ക് കൊടുത്തിട്ടെങ്കിലും തീരട്ടെ പാപെന്ന്. ഇത് കേട്ടപ്പോൾ അതിൽ 2 പേർക്ക് വലിയ കുഴപ്പമായി. ഇതിലെന്തോ പ്രശ്നമുണ്ട്, ഇയാളെന്തോ പാപ അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകണതെന്ന്. അവർ മൂത്രം ഒഴിക്കാനെന്ന് പറഞ്ഞാൽ അവർ മുങ്ങി. അവരഡ്രസ്സും ഇല്ല. പിന്നെ ഒരാളേ ഉള്ളൂ. ആ ഒരാളെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ നേരത്തെ ഭാര്യ പറഞ്ഞു, ഇനിയൊരു അപകടം ഉണ്ടാക്കല്ലേ മനുഷ്യ, നാവിടുത്തെ അപകടം അല്ലാതെ വേറൊന്നും വരില്ല നിങ്ങൾക്ക് എന്ന്. വായെല്ലാം അമർത്തി പിടിച്ചിട്ട് ഇയാൾ ചോറ് കൊള്ളുമ്പം പറഞ്ഞു, എന്നാലും എനിക്ക് വലിയ സങ്കടമായിന്ന്, പോവേണ്ടവരല്ലോ പോയത് എന്ന്. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പോവേണ്ടവരല്ലോ പോയതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അയാൾക്ക് മനസ്സ്? ഇത് ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ വലിയ അപകടം, പിന്നെ മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു ജോക്കാണെന്ന്. ഇങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങളുണ്ടെന്നറിയോ? ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിനുണ്ടല്ലോ ദേഷ്യപ്പെട്ടിട്ട് അയാൾ സംസാരിക്കുള്ളൂ. എങ്ങനെയാണെന്ന് അറിയില്ല. അവസാനം ഇദ്ദേഹത്തിന് എവിടെയോ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഈ സ്വഭാവം വെച്ച് ജീവിച്ചാൽ റിട്ടയർമെൻറ്റിന് ശേഷം മക്കൾ തിരിഞ്ഞു നോക്കില്ല എന്ന്. അയാൾ സ്വഭാവം മാറ്റാൻ നിശ്ചയിച്ചു. ആരോ പറഞ്ഞു കൊടുത്താൽ ഇദ്ദേഹത്തിന്. അന്ന് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് കുട്ടികളോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി.
അതുവരെ വിളിക്കാറ് എടാ അപ്പു ഇവിടെ വാടാ, എടി ഇവിടെ വാടി, ഈ ശബ്ദത്തിലേ അദ്ദേഹം സംസാരിക്കുള്ളൂ. അന്ന് അദ്ദേഹം അവിടെ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് അമ്മോ അപ്പൂ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ എത്തി നോക്കി, ഇതെന്ത് പറ്റി അച്ഛനാന്ന്. കാരണം ഇങ്ങനെയൊന്നും വിളിക്കുന്ന സ്വഭാവം അയാളുടെ ഡിക്ഷണറിയിലില്ല. ഇതെവിടുന്ന് പറ്റി, എന്ത് പറ്റിയെന്ന്. അപ്പോഴേക്കും അദ്ദേഹം ചോക്ലേറ്റൊക്കെ എടുത്തു പുറത്ത് വെച്ചു. വരൂ കുട്ടികളെ. അപ്പോൾ അമ്മ അവിടുന്ന് പറഞ്ഞു, അച്ഛൻ നാളെ 12th പരീക്ഷ തുടങ്ങുകയാണ്, അച്ഛൻ ഇപ്പം എന്തിനാ വിളിക്കുന്നത് എനിക്ക് അറിയില്ല, എന്താ പറയാനുള്ള അങ്ങോട്ട് പറയൂ, ഞാൻ ഇവിടുന്ന് കേട്ടോളാം. ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെ, വരൂ അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പം അപ്പു അവിടുന്ന് കാണിക്കുകയാണ് അമ്മയുടെ അടുക്കളയിലേക്ക്. ലേശം ഫിറ്റാക്കിയിട്ടാണ് വന്നിരിക്കണമെന്ന് തോന്നണം. കാരണം അങ്ങനെ സ്വഭാവം വരണമെങ്കിൽ അയാൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന്, നോർമൽ കേസിൽ വരാൻ പറ്റില്ല എന്ന്. അവസാനം അമ്മ പറയുകയാണ്, അവിടെ ഇരുന്നിട്ട് അടുക്കളയിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് മണത്തു നോക്കാൻ. അപ്പം അപ്പുവിനൊരു ചെറിയൊരു സംശയം. അച്ഛൻ്റെ അടുത്തെത്തിയിട്ട് ഇതെന്താണ് നീ പന്നിയെപ്പോലെ മൂക്ക് പിടിക്കും? അപ്പം സമാധാനായി. ഒരു ദേഷ്യ സ്വഭാവത്തിലാണ് പറയണത്. എന്താടാ നീ ഇങ്ങനെ നോക്കണത്? ഉടനെ പറഞ്ഞു, നീ ചോക്ലേറ്റ് തന്നോളൂ എന്ന്. അതെന്താ നീ ആദ്യം വിളിച്ചിട്ട് വരാഞ്ഞത്? കാരണം അത് അച്ഛൻ്റെ സ്വഭാവമല്ല, അച്ഛൻ്റെ സ്വഭാവം ഇപ്പോഴാണ് വന്നത്. ഇതുപോലെയാണ് നമുക്ക് ചില സ്വഭാവങ്ങളുണ്ടല്ലോ, ആ കറുത്ത കുത്തിൽ തന്നെ ചിലരങ്ങോട്ട് ഉറച്ചു നിൽക്കും. അപ്പോൾ പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഈ പ്രായച്ചിത്തം എന്ന് പറയുന്നത് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പ്രായച്ചിത്തം ചെയ്താലും വീണ്ടും നമ്മളതെല്ലാം ആവർത്തിച്ച് ചെയ്യണം. ഒരു ചെരുപ്പ് പോയി അമ്പലത്തിൽ പോയിട്ട് പിറ്റേത്തെ പ്രാവശ്യം അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് പോകുമ്പോൾ എന്താ പറയുക? അന്നും പറഞ്ഞത് തന്നെ, കുരുത്തം കെട്ടവരെന്ന്. മനസ്സ് സമ്മതിക്കില്ല. അത് വീണ്ടും അത് പരാതിയും കംപ്ലൈൻറ്റുകളൊക്കെ പറയും. അതുകൊണ്ട് കൊജിൽ നിവർത്തതേ ഭദ്രാൽ കൊജിൽ ചരതിതത്പുനാം പ്രായച്ചിത്തമതോ പാത്തം മന്യേ കുഞ്ചര ശൗചവൽ. നമ്മുടെയൊക്കെ പ്രായച്ചിത്തമുണ്ടല്ലോ, അതേതുപോലെയാണ്? മന്യേ കുഞ്ചര ശൗചവൽ. കുഞ്ചര ശൗചം എന്ന് പറഞ്ഞാൽ ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ്. നല്ല ഉദാഹരണമാണത്. ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നവർ എഴുതി വയ്ക്കൂ, അത് ആനയെ കുളിപ്പിക്കുന്ന പോലെയാണെന്ന്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദോഷം തീരാൻ നിങ്ങൾ വഴിപാട് ചെയ്താലും വീണ്ടും അപ്പുറത്ത് വേറെ ദോഷം ചെയ്തിട്ടുണ്ടാവും. എന്താ ആനയെ കുളിപ്പിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം? ആനയെ കുളിപ്പിച്ച് കരയിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ ആന വീണ്ടും മണ്ണ് വാരിയിടുന്നത് പോലെ ഇതിൽ നിന്ന് മനസ്സിന് മുക്തിയില്ല എന്ന് പറയണം. അപ്പോൾ എന്തിനാണ് ഈ പ്രായച്ചിത്തങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക് അനവധി പ്രായച്ചിത്തങ്ങൾ. ഈ തെറ്റ് ചെയ്താൽ ഈ പ്രായച്ചിത്തം കുമ്പസരിക്കുക എന്ന് പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് വഴിപാടുകൾ വന്നത്. അതാർക്കു വേണ്ടിയിട്ടാണ്? ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു തരാൻ നമുക്ക് പറയുന്നു, കർമ്മണ കർമ്മനിർഹാരോ നഹ്യാത്യന്തികൈശതേ അവിദ്യാലധികാരിത്വൽ പ്രായച്ചിത്തം വിമർശനം. കർമ്മണ കർമ്മനിർഹാരോ ന ആത്യന്തികം. വളരെ ഉറപ്പിക്കൂട്ടോ ഇത്. ഒരു കർമ്മം കൊണ്ട് ചെയ്ത ദോഷം തീർക്കാൻ മറ്റൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല. ഇതാണ് ഞാൻ വഴിപാടുകൾക്കെതിരാവുന്നത്. നിങ്ങൾ വിവേകികളായിട്ടുള്ള ആളുകൾ വഴിപാട് ചെയ്യരുത്. കാരണം ഒരു കർമ്മത്തിൻ്റെ ദോഷം തീരാൻ വഴിപാടും ഒരു കർമ്മമാണ്, കർമ്മം കൊണ്ട് സാധ്യമല്ല. എന്നാൽ ആത്യന്തിക, അതാണ് വളരെ ശ്രദ്ധിച്ചിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ചത്. ആത്യന്തികമായുള്ള ദോഷം തീർക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ്? തൽക്കാലത്തേക്കൊരു സമാധാനമൊക്കെ തരാൻ പറ്റിയെന്ന് വരും. പരിപൂർണമായി നിങ്ങളുടെ പാപങ്ങളെ തീർക്കാൻ അതുകൊണ്ട് സാധ്യമല്ല. അതാണ് അതിൻ്റെ സത്യം. പിന്നെ ആർക്ക് വേണ്ടി ഇത് പറഞ്ഞു? അവിദ്യാൽ അധികാരിത്വൽ പ്രായച്ചിത്തം വിമർശനം. അവിദ്യാൽ അധികാരിത്വൽ. അവിദ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിൻ്റെ ശക്തികളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച്, ആ മനസ്സിനും പിന്നിലുള്ള ചൈതന്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തോടത്തോളം കാലം അങ്ങനെയുള്ളവർക്ക് കുറേയൊക്കെ ഗുണം ചെയ്യും. അതായത് തന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ, ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഭാഗവതാദികൾ മനസ്സിലാക്കാൻ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊന്നും എന്ത് വേണ്ട? ഒരു തരത്തിലുള്ള വഴിപാടുകളും ആവശ്യമില്ല. അപ്പോൾ ഒരു കർമ്മത്തിൻ്റെ ദോഷം തീർക്കാൻ വേറൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് പറയാം. അപ്പം നമ്മൾ നോക്കൂ, ഈ ആളുകളുണ്ടല്ലോ അങ്ങേയറ്റം ഇതിൽ മോഹിച്ച് വശപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഭൂതങ്ങളെയും പ്രേതങ്ങളെയും നിങ്ങളെയൊക്കെ കുഴപ്പത്തിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഒരു ജ്യോത്സ്യൻ പറഞ്ഞാൽ മതി നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ. പാവം മുത്തശ്ശൻ മരിച്ചു പോയിട്ടുണ്ടല്ലോ, വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശൻ്റെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ അവിടെ ഉറക്കം കിട്ടണമെങ്കിൽ ആ മുത്തശ്ശൻ്റെ പ്രേതത്തെ
പറഞ്ഞയച്ചിരിക്കണം. വേണ്ടേ? കൊണ്ടുവരും നിങ്ങൾ ആളുകളെ. എന്നിട്ട് ഗംഭീര മന്ത്രവാദമാണ് മുത്തശ്ശൻ്റെ പ്രേതം ഒഴിവാക്കാൻ. മര്യാദയ്ക്ക് പാവം മരിച്ചുപോയൊരു മനുഷ്യനാണ്. ഇവർക്ക് ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഇപ്പം അയാളൊരു പ്രേതമായി മാറി. അങ്ങനെയൊക്കെ എത്ര എത്ര കേസുകൾ. ഒരു സ്ഥലത്ത് മുത്തശ്ശൻ മരിച്ചതിൻ്റെ പ്രേതത്തെ ആവാഹിക്കാൻ വേണ്ടി ജ്യോത്സ്യന് തന്നെ ആളെ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് പന്തങ്ങളും കുന്തങ്ങളൊക്കെ കൊളുത്തിയിട്ട് ഭയങ്കര ആവാഹന പൂജകളൊക്കെ ആയിട്ട് ആവാഹിച്ച് ഈ പൂജ ചെയ്ത ആൾ അതിലേക്ക് വീണു എന്നാണ്. എന്നിട്ട് പിന്നെ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. കാരണം ഈ പ്രേതം വളരെ ശക്തിയുള്ള പ്രേതമാണ്, അതിന് ഈ ചിലവ് കൊണ്ടൊന്നും അത് പോവില്ല എന്നാണ് പറയുന്നത് എന്ന്. ഇനിയിപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? ഇതിനേക്കാളും കുറച്ചുകൂടി നമ്മൾ കാശ് ചെലവഴിച്ച് കുറച്ചുകൂടി നമ്മൾ പൂജാരിമാരെയൊക്കെ കൊണ്ടുവന്ന് ഒന്നും കൂടി കട്ടിയിലൊരു പൂജ. ഇതിപ്പോൾ എന്താ, അത് സാധാരണ ലൈറ്റായിട്ടുള്ള ദോശ എന്ന് പറയാറില്ലേ, ഇതുപോലെ ഇതൊന്നും കൂടി കട്ടിയിൽ പൂജ ചെയ്താൽ ആര് പോവും? പ്രേതം പോവും. ഇല്ലേ? സത്യമല്ലേ ഇത്? അങ്ങനെയാണ് ചെറിയ വെടിയും വലിയ വെടി, ശക്തിയുള്ള വെടി, ശക്തിയുള്ള പ്രേതം പോകാൻ ശക്തിയുള്ള വെടി. ഇങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ആളുകൾ അന്ധകാരത്തിലാണ്. ഒരു കർമ്മത്തിൻ്റെ ദോഷം തീർക്കാൻ വേറൊരു കർമ്മം കൊണ്ട് സാധ്യമല്ല. അതാണ് നിയമം, പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. തെന്നാലി രാമനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അന്ന് ഈ ബ്രാഹ്മണന്മാരൊക്കെ തെന്നാലി രാമൻ്റെ ഓരോ കഴിവിൽ അസൂയപ്പെട്ടുള്ള കാലമായിരുന്നു അവിടെ. തെന്നാലി രാമൻ വളരെ കഴിവുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തെന്നാലി രാമൻ്റെ പട്ടി കടിച്ചിട്ട് ആർക്കോ എന്തോ അസുഖം വന്നു. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു ഭ്രാന്ത് പിടിച്ച പട്ടിയായിരുന്നു, അതാണ് കടിച്ചത്, അതുകൊണ്ട് തെന്നാലി രാമൻ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തെന്നാലി രാമനോട് പറഞ്ഞു, അങ്ങ് ഈ പട്ടിയെ, അതിനിടയ്ക്ക് പട്ടി ചത്തുപോയി, പട്ടിയുടെ പ്രേതം നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റിയില്ലെങ്കിൽ നാടിന് പോലും ദോഷം ഉണ്ടാവുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, രാജാവിന് ഇതിലൊക്കെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, രാമ ആ പട്ടിയുടെ പ്രേതത്തിൽ നിന്ന് അകറ്റിക്കോളൂ എന്ന്. ബ്രാഹ്മണരോട് പറഞ്ഞു ശരി അകറ്റാമെന്ന്, പക്ഷെ ദക്ഷിണയായിട്ട് ഞാൻ പശുവിനെ തരുള്ളൂ, വേറെ ഒന്നും തരില്ല എന്ന്. നല്ല കറവുള്ളൊരു പശുവിനെ നിങ്ങൾക്ക് തരാമെന്ന്. ബ്രാഹ്മണർ വിചാരിച്ചു അത് വിറ്റിട്ട് കാശാക്കാമെന്ന്. അങ്ങനെ ഇവർ ആവാഹനാദികളൊക്കെ തുടങ്ങി. ഈ രാമൻ എന്ത് ചെയ്തു അറിയോ? 3 ദിവസം പശുവിന് ഭക്ഷണമേ കൊടുത്തില്ല, കുറച്ച് വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ. അതാണെങ്കിൽ ചാവുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് വിറച്ചിരിക്കണു. ഇവരുടെ പൂജയൊക്കെ കഴിഞ്ഞ് ആവാഹനമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് പശുവിനെ കൊടുക്കും. പശു ഇങ്ങനെ വിറയ്ക്കുകയാണേ. ബ്രാഹ്മണന്മാർ നമസ്കരിച്ചുകൊണ്ട് പോയി പറഞ്ഞു, ഈ പ്രേതപ്പം അതിലേക്കാണ് കയറിയിരിക്കുന്നത് എന്ന്, ഈ പശുവിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. രാമൻ പറഞ്ഞു വളരെ സന്തോഷം എന്ന്. അവർ പോയതും പാവത്തിന് നല്ലോണം ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതം നീ രക്ഷിച്ച പശു എന്ന്. അതാണ് സത്യം. ആളുകൾ അത്ര അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ഈ കർമ്മം കൊണ്ട് ഈ ദോഷം തീരുന്നു. ഒരു കർമ്മം കൊണ്ടും ഒരു കർമ്മത്തിൻ്റെ ദോഷവും തീർക്കാൻ സാധ്യമല്ലെന്ന് ഭാഗവതം അടിവരായിട്ട് പറയുന്നു. എന്നാൽ ശ്രദ്ധിക്കണേ, പറയുന്നത് തീർത്തും തീർക്കാൻ പറ്റില്ല, കുറച്ച് നിങ്ങൾക്കൊരു അത് ചെയ്തു എന്നുള്ളൊരു സമാധാനം. അതുകൊണ്ടാണ് ഒരു പൂജയും പെർഫെക്റ്റ് അല്ല. ചിലർ പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് പോയി ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫലം കിട്ടും. എന്നാൽ എല്ലാവർക്കും എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആ പ്രദേശത്തുള്ളവർ വേറെ സ്ഥലത്താണ് പൂജയ്ക്ക് പോകുന്നത്. ഗുരുവായൂരിലുള്ളവൻ പോകുന്നത് പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് അവിടെയാണ്. തിരുവനന്തപുരത്തുള്ളവൻ വരുന്നത് ഗുരുവായൂരിലാണ്. നോക്കൂ നിങ്ങൾ, അത്ഭുതം. അതുകൊണ്ട് പിന്നെ എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത്? പറയുന്നു, നാസ്നത പത്യമേവാന്നം വ്യാധയോ ബിഭവന്തി ഏവം രാജൻ ശനൈക്ഷേമായ കൽപ്പതേ. രാജൻ ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മത്തിൽ മനസ്സുറപ്പിച്ചൊരാൾക്ക് അയാളുടെ മനസ്സിനെ ഉയർത്താൻ സാധ്യമില്ല എന്ന് പറയാൻ കാരണം, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, അതിങ്ങനെ അസ്നതപത്യമേവാന്നം വ്യാധയോ അഭിഭവന്തി. ഒരിക്കലും നമ്മൾ ഭക്ഷണം കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ വരില്ല. അമിതമായ ഭക്ഷണവും തീരെ കഴിക്കാതിരിക്കുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്. അതിൻ്റെ മിതത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടുപോയാൽ, പഥ്യത്തിൽ കഴിച്ചുകൊണ്ടുപോയാൽ അത് നമുക്ക് എപ്രകാരമാണോ അപകടങ്ങൾ വരുത്താത്തത്, അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമേണ ഇനി ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. ശനൈ ക്രമേണ ശനൈ ക്ഷേമായ കൽപ്പതേ. ശനി ക്രമേണ അതിനെ ഉയർത്തേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് ഉയർത്തേണ്ടത്? തപസാം ബ്രഹ്മചര്യേണ ശമേന ദമേന ച ത്യാഗേന സത്യശൗചാഭ്യം യമേന നിയമേന ച ദേഹവാദ്ബുദ്ധിജം ധീരാം ധർമ്മജ്ഞാ ശ്രദ്ധയാന്വിതാം ക്ഷിപന്തി അഹം മഹദപി
വേണുഗുൽമമിവാനലാം കേജിൽ കേവലയാ ഭക്തിയാം വാസുദേവപരായണാം അഖം ദുന്നന്തികാസ്നേന നീഹാരമിവ ഭാസ്കരാം. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാം. അകം ദുന്നന്തി, നിങ്ങളുടെ പാപത്തെ മുഴുവൻ നശിപ്പിക്കാം. ഏതുപോലെ? നീഹാരമിവ ഭാസ്കര. നീഹാരം എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ്, കടും കട്ടിയുള്ള മൂടൽ മഞ്ഞ്. എപ്രകാരമാണോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് അതെല്ലാം ഉരുകി 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 അവിടെ പരിപൂർണമായി വെളിച്ചം വരുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കറുത്ത കുത്തുകളെയും നമുക്ക് എന്താക്കാം? അവിടുന്ന് ദ്രവിപ്പിച്ച് കളയാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം പറയുന്നത് ഏതുപോലെയാണ്? വേണുഗുൽമ ഇവാനില. എപ്രകാരമാണോ മുളകൾ തമ്മിൽ ഉരസി അതിൽ നിന്ന് അഗ്നിയുണ്ടായി എല്ലാ മുളകളും കത്തുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സകല പാപങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ്. ഇപ്പം എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം വേണ്ടത്, അതിനെ നമ്മൾ പരിശുദ്ധീകരിക്കാൻ വേണ്ടത് കേവലയാ ഭക്തിയാ വാസുദേവപരായണാം. ആരിലേക്ക് തിരിക്കണം? വാസുദേവനിലേക്ക് തിരിക്കണം. ഭക്തി എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ എവിടെയാണോ മനസ്സ് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും ശ്രദ്ധ ഭഗവാനിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇതിനെ പറയും വിഷൻ എന്ന് പറയും. വിഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറയും. നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാട്. അതെന്തിനാ വാസുദേവനിലേക്ക് മനസ്സ് തിരിക്കുന്നത്? കാരണം മനസ്സ് വന്നിരിക്കുന്നത് വാസുദേവനിൽ നിന്നാണ്. അതെങ്ങനെ മനസ്സിലായി? ഈ ശരീരം വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ എൻ്റെ മനസ്സും എവിടെ നിന്നോ വന്നിട്ടുണ്ട്. അത് അച്ഛനിൽ നിന്നല്ല വന്നത്, അത് അമ്മയിൽ നിന്നല്ല വന്നത്. അത് പിന്നീട് എവിടെ നിന്ന് വന്നു? അച്ഛനിൽ നിന്നായിരുന്നു വന്നതെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം മാത്രം ഉണ്ടാവണം. അമ്മയിൽ നിന്നായിരുന്നു വന്നതെങ്കിൽ അമ്മയുടെ സ്വഭാവം ഉണ്ടാവണം. എന്നാൽ എന്നിൽ അച്ഛൻ്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും അല്ല ഉള്ളത്. എന്നിലുള്ള സ്വഭാവം അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ പിന്നെ എവിടെ നിന്ന് വന്നു? അപ്പോൾ പിന്നെ വന്നത് ഈ മനസ്സിനെ ഈ ശരീരത്തിൽ ആരാണോ ഈ നിമിഷം നിലനിർത്തുന്നത് അതിൽ നിന്ന് തന്നെയാണ് മനസ്സ് വന്നത്. ഈ ശരീരത്തിൽ ഈ നിമിഷം മനസ്സിനെ നിലനിർത്തുന്നത് ശരീരമാണോ? അങ്ങനെയാണെങ്കിൽ ശരീരമാണെങ്കിൽ മരിച്ച ശരീരത്തിലും ആരുണ്ടാവണം? മനസ്സുണ്ടാവണം. മരിച്ചിരിക്കുന്ന ശരീരത്തിൽ നമ്മൾ തൊട്ടാലും വിളിച്ചാലും ഒരു തരത്തിലും അയാൾ ഇളകുന്നില്ല. കാരണം ആ ശരീരത്തിൽ ആരില്ല? മനസ്സില്ല. ഇതുപോലെ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും. എന്നാൽ പിന്നെ ഈ പ്രാണവായുവാണോ മനസ്സിനെ നിലനിർത്തുന്നത്? ഒരുപക്ഷെ നമുക്ക് കുറച്ചു നേരം ശ്വാസം എടുക്കാൻ പറ്റാതിരുന്നാലും മനസ്സ് പോവണമെന്നൊന്നുമില്ല. 2-3 ദിവസമൊക്കെ എന്താണ് ഭൂകമ്പങ്ങളിലൊക്കെ പെട്ട് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ആളുകൾ ജീവനോടുകൂടി വന്നിട്ടുണ്ട് ഇല്ലേ? പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു നിമിഷമൊക്കെ ശ്വാസം എടുത്തില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു കോമ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ മരിച്ചുകൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ശ്വാസവുമല്ല മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ ആരാ പിടിച്ചു നിർത്തുന്നത്? ഇപ്പം ശരീരവുമല്ല, ശ്വസിക്കുന്ന വായുവല്ല, പിന്നെ ആരാ ഈ മനസ്സിനെ ഈ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നത്? അങ്ങനെ നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞു പോയാൽ ഈ നിമിഷം നമ്മുടെ മനസ്സിന് ഉണരാൻ സാധിക്കുന്നത്, ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഏതൊരു ശക്തി ഉള്ളത് കൊണ്ടാണോ ആ ശക്തി തന്നെയാണ് മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത്. അതിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചൈതന്യമെന്നും ഈശ്വരനെന്നും വാസുദേവനെന്നും പറയുന്നതെങ്കിൽ മനസ്സ് വന്നിരിക്കുന്നത് എവിടുന്നായിരിക്കണം? വാസുദേവനെന്നാണ്. ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു, മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം. ഈ മനസ്സ് വന്നിരിക്കുന്നത് എന്നിൽ നിന്നാണ്. ഈ മനസ്സിനെ നിലനിർത്തുന്നതും ഞാനാണ്. എനിക്ക് തിരിച്ചു തരേണ്ടതും എന്തിനാണ് തിരിച്ചു കൊടുക്കേണ്ടത്? ഭഗവാന് വേണ്ടത് നിങ്ങളുടെ സമ്പത്തും സമാജമൊന്നുമല്ല. ഭഗവാന് വേണ്ടത് മനസ്സിനെ തന്നെയാണ്. മയ്യേവ മന ആദസ്വ മയി ബുദ്ധിം നിവേശയാം. എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കണം, എന്നിലേക്ക് മനസ്സിനെ തിരിക്കണം. നിവസിഷ്യസി മയ്യേവ അതഊർദ്ധം ന സംശയ. അപ്രകാരം മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ചാൽ ആ മനസ്സെവിടെ ഉണ്ടാവും? എന്നിൽ തന്നെ ഉണ്ടാവും. അപ്പം ഈ ഒരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ ഇതിനെയാണ് ഭാഗവതം വിഷൻ എന്ന് പറയുന്നത്. വാസുദേവനിൽ നിന്നാണ് മനസ്സ് വന്നത്. വാസുദേവനാണ് മനസ്സിനെ നിലനിർത്തുന്നത്. തിരിച്ചു പോവേണ്ടത് വാസുദേവ പരാഗതി. ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എവിടുന്ന് വന്നു, എവിടേക്ക് പോകണം എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്.
അപ്രകാരം വാസുദേവനിൽ നിന്ന് വന്ന മനസ്സിനെ വാസുദേവനിലേക്ക് അയക്കണം. അതെങ്ങനെ അയക്കണം? തപസ ബ്രഹ്മചര്യേണ ശമേന ദമേന ച. അതിനാണ് തപസ് വേണ്ടത്. അതിന് നമ്മൾ സമയം ചെലവഴിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ കണ്ടെത്തിക്കൊള്ളണം. അപ്പം തപസ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിരുന്ന് നമ്മുടെ ശ്രദ്ധ ശരീരത്തിൽ നിന്നും നമ്മുടെ പ്രാണവായുവിലേക്ക് കൊണ്ടുവരണം. നോക്കൂ, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ ഇതേയുള്ള വഴി. നിങ്ങളുടെ ശരീരം, അതിന് പ്രായമുണ്ട്, അതിന് അസുഖങ്ങളുണ്ടായിരിക്കാം, അതിന് ബന്ധങ്ങളുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. നിങ്ങൾ അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ചോദിക്കുക, ഈ ശ്വാസത്തിൻ്റെ, ഈ വായുവിൻ്റെ ജനന തീയതി എന്താണ്? ഇതിന് രോഗങ്ങളുണ്ടോ? ഈ ശരീരത്തിലുള്ള വല്ല പ്രശ്നങ്ങളും ശരീരത്തിലൂടെ കടന്നു പോകുന്ന വായുവിനുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും രോഗം നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന വായുവിനുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പം അതിനില്ലെങ്കിൽ ഈ ശരീരത്തിൽ വ്യാപിച്ചും നിലനിന്നും ഉറങ്ങിയും ഇരിക്കുന്ന മനസ്സിനുണ്ടാവുമോ?